ചരിത്ര ഭൂരിപക്ഷത്തിൽ ലോക്സഭയിൽ എത്തിയ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും എംപി സ്ഥാനം നഷ്ടപ്പെടുമോ? കോൺഗ്രസുകാരും രാഹുലിനെ സ്നേഹിക്കുന്നവരും ഒരുപോലെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നിസ്സാരമെന്ന് തോന്നിക്കാവുന്ന ഒരു കേസിൽ നിന്നാണ് കഴിഞ്ഞ തവണ രാഹുലിന് ലോക്സഭ വിട്ട് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ഇത്തവണ അതീവ ഗുരുതരമായ 5ഓളം വകുപ്പുകൾ ചേർത്താണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്വമേധയാ മുറിവേൽപ്പിക്കുക, സ്വമേധയാ ഗുരുതരമായ പരിക്കേൽപ്പിക്കുക, ക്രിമിനൽ ബലപ്രയോഗം, ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധി വകുപ്പുകളാണ് രാഹുലിന്റെ തലയിലുള്ളത്. വ്യാഴാഴ്ച പാർലമെന്റിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഭരണപക്ഷമായ NDA മുന്നണിയിലെയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെയും അംഗങ്ങൾ തമ്മിൽ പാർലമെന്റ് ഹൌസ് പരിസരത്ത് നടന്ന സംഘർഷത്തിൽ 2 BJP MPമാരെ പരിക്കേൽപ്പിച്ചെന്ന പരാതിയിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെയെ നിലത്തേക്ക് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചെന്ന് BJP MPമാർക്കെതിരെ കോൺഗ്രസും പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ പരാതിയിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശമാണ് അനിഷ്ട സംഭവങ്ങളുടെയെല്ലാം തുടക്കം. ഷായുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ്. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനമായിരുന്ന വ്യാഴാഴ്ച ഈ പ്രശ്നത്തിന്റെ പേരിൽ പാർലമെന്റിന്റെ പ്രധാന കവാടമായ മഗർദ്വാരയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. നാടകീയമായ സംഭവങ്ങൾ പലതിനും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. ഇരു വിഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയും സ്പീക്കർക്ക് പ്രത്യേകം പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് 2 വിഭാഗങ്ങളും പോലീസിലും പരാതി നൽകിയത്. പ്രതിഷേധത്തിനിടയിൽ തനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടാകും വിധം രാഹുൽ ഗാന്ധി തന്നോട് വളരെ അടുത്തു വന്നുവെന്നാണ് നാഗാലാൻഡിൽ നിന്നുള്ള BJP MP S ഫങ്നോൺകോനാക് രാജ്യസഭയിൽ ആരോപിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവിന് യോഗ്യമല്ലാത്ത വിധം അദ്ദേഹം എന്നോട് ആക്രോശിച്ചുവെന്നും നാഗാലാൻഡ് MP പരാതിപ്പെട്ടു. കഴിഞ്ഞ തവണ ഇതുപോലൊരു കേസിൽ കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചതോടെ രാഹുലിന് MP സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കർണാടകയിലെ കോലാറിൽ വെച്ച് രാഹുൽ നടത്തിയ പ്രസംഗമാണ് കേസിനാധാരം. എല്ലാ കള്ളന്മാരുടെയും പേരിനൊപ്പം മോദി എന്നുള്ളത് എന്തുകൊണ്ടെന്നാണ് രാഹുൽ പരിഹസിച്ചത്. ഇതിനെതിരെ ഗുജറാത്തിലെ മുൻ മന്ത്രിയും MLAയുമായ പൂർണേഷ് മോദിയാണ് കേസ് നൽകിയത്. മോദി സമുദായത്തെ അപമാനിച്ചെന്ന ഹർജിയിൽ സൂറത്തിലെ മജിസ്ട്രേറ്റ് കോടതി 2 വർഷം ശിക്ഷ വിധിച്ചതോടെയാണ് രാഹുൽ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനായത്. പിന്നെ നീണ്ട 134 ദിവസത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം തിരികെ ലഭിച്ചത്.